ഹായ് എവരിവൺ, നമ്മുടെ ഐ പ്ലസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റലിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് 2ലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് കോൾഡ് റോളിംഗ്? അപ്പൊ കോൾഡ് റോളിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ ഈ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ നമ്മൾ ഈ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കോൾഡ് റോളിങ്ങിനെ അപേക്ഷിച്ച് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം കോൾഡ് റോളിംഗ് എന്താണെന്ന് നമുക്കറിയാം. ഒരു മെറ്റലിനെ എടുത്ത് നമ്മൾ അതിന്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ വെച്ചുകൊണ്ട് നമ്മൾ റോളിംഗ് നടത്തുന്നതിനാണ് നമ്മൾ കോൾഡ് റോളിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം. അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തത് കോൾഡ് റോളിംഗ് പ്രൊവൈഡ്സ് ഗുഡ് സർഫസ് ഫിനിഷ്. കോൾഡ് റോളിംഗ് നമുക്ക് നല്ല സർഫസ് ഫിനിഷ് തരും എന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്കറിയാം, അത് ശരിയാണ്. കോൾഡ് റോളിംഗ് നമുക്ക് നല്ല സർഫസ് ഫിനിഷ് തരും, നമ്മൾ ആൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. രണ്ടാമത് കൊടുത്തിരുന്ന കോൾഡ് റോളിംഗ് പ്രൊവൈഡ്സ് ബെറ്റർ ഡയമെൻഷണൽ ആക്യുറസി. ഡയമെൻഷണൽ ആക്യുറസിയും കോൾഡ് റോളിംഗും നല്ല രീതിയിൽ ഡയമെൻഷണൽ ആക്യുറസി തരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒന്നും രണ്ടും ശരിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ എ ഒൺലി വൺ, ഒന്ന് മാത്രമാണോ ശരിയല്ല, കാര്യം രണ്ട് ശരിയാണ്. ഓപ്ഷൻ ബി കൊടുത്തേക്കുന്ന ഒൺലി ടു, രണ്ട് മാത്രമാണോ ശരിയല്ല, ഒന്നും ശരിയാണ്, രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ബോത്ത് വൺ ആൻഡ് ടു, ഒന്നും രണ്ടും നമുക്ക് ശരിയാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. കോൾഡ് റോളിംഗ്, അതായത് കോൾഡ് റോളിംഗ് നമുക്ക് നല്ല സർഫസ് ഫിനിഷും തരും, ബെറ്റർ ഡയമെൻഷണൽ ആക്യുറസിയും തരും. അപ്പം ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, കോൾഡ് റോളിംഗ് നമുക്ക് എന്തൊക്കെ തരും? നല്ല സർഫസ് ഫിനിഷും തരും, നല്ല ഡയമെൻഷണൽ ആക്യുറസിയും തരുന്ന പ്രോസസ്സാണ് കോൾഡ് റോളിംഗ്. അപ്പോൾ ഈ കോൾഡ് റോളിങ്ങിന് നമുക്ക് ഒരിക്കലും ഇതിന് ഈ റെസിഡ്യൂവൽ സ്ട്രെസ്സസ് കുറയ്ക്കാൻ പറ്റത്തില്ല. റെസിഡ്യൂവൽ സ്ട്രെസ് കൂടുതലായിരിക്കും കോൾഡ് റോളിംഗ്, അത് ഓർത്ത് വയ്ക്കുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പെസിഫിക്കേഷൻ ഓഫ് ആംഗിൾ മെറ്റൽ സെക്ഷൻസ്? ആംഗിൾ മെറ്റൽ സെക്ഷൻസിൽ സ്പെസിഫിക്കേഷനിൽ വരുന്നത് താഴെ പറയുന്നത് ഏതാണ് ആംഗിൾ മെറ്റൽ സെക്ഷൻ എടുക്കുമ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷനിൽ വരാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പെസിഫിക്കേഷൻ ഓഫ് ആംഗിൾ മെറ്റൽ സെക്ഷൻ? അതിൽ ഓപ്ഷൻ എ കൊടുത്തേക്കുന്നത് തിക്നെസ്, ഓപ്ഷൻ ബി തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, ഓപ്ഷൻ സി സെക്ഷണൽ ഏരിയ, ഓപ്ഷൻ ഡി വെയിറ്റ് പെർ മീറ്റർ. അപ്പൊ നമുക്കറിയാം, ഇപ്പം നമുക്ക് ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നത് തിക്നെസ്, അത് ഈ പറയുന്ന ആംഗിൾ മെറ്റൽ സെക്ഷൻസിന്റെ സ്പെസിഫിക്കേഷനിൽ വരുന്ന കാര്യമാണ് തിക്നെസ്. ഓപ്ഷൻ ബി തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ വരുന്ന കാര്യമല്ല. ഓപ്ഷൻ സി സെക്ഷണൽ ഏരിയ, അതും നമ്മുടെ ആംഗിൾ മെറ്റൽ സെക്ഷൻസിൽ വരുന്ന കാര്യമാണ് സെക്ഷണൽ ഏരിയ. ഓപ്ഷൻ ഡി വെയിറ്റ് പെർ മീറ്റർ, അതായത് വെയിറ്റ് പെർ മീറ്റർ നമുക്ക് ആംഗിൾ മെറ്റൽ സെക്ഷൻസിന്റെ സ്പെസിഫിക്കേഷനിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആംഗിൾ മെറ്റൽ സെക്ഷൻസിന്റെ സ്പെസിഫിക്കേഷൻസിൽ വരാത്ത കാര്യം ഓപ്ഷൻ ബി തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച്. ഓക്കെ, അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 13ലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് ഓർ ആർ നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ല, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് അബൌട്ട് സ്ക്രൈബർ? സ്ക്രൈബറിൽ നമ്മൾ ഈ പറയുന്ന താഴത്തെ ഏത് സംഭവങ്ങളാണ് കറക്റ്റ് അല്ലാത്തത്? ഏത് സംഭവം അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് ഈസ് ഹാർഡൻഡ്. അത് ഹൈ കാർബൺ സ്റ്റീൽ വെച്ച് ഉണ്ടാക്കുന്നതാണ്, അത് ഹാർഡൻഡ് ആണ്, അത് കറക്റ്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ സ്ക്രൈബർ നമ്മൾ ഹൈ കാർബൺ സ്റ്റീൽ വെച്ചാണ് പൊതുവെ ഉണ്ടാക്കുന്നത്, ഹാർഡൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം തന്നെയാണ്. രണ്ടാമത്തെ കൊടുത്തേക്കുന്നത് പോയിന്റ് ഷുഡ് ബി ഗ്രൗണ്ട് ആൻഡ് ഹോൺഡ് ഫ്രീക്വന്റ്ലി ഫോർ മെയിൻറ്റെയിനിങ് ഇറ്റ് ഷാർപ്നെസ്. അപ്പൊ ഇതിന്റെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് നമ്മൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിന്റെ പാസൻസ് ആണ്, നമ്മൾ പ്രോപ്പറായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഹോണിങ് ചെയ്ത് അത് ഫ്രീക്വന്റ് ആയിട്ട് ചെയ്ത് അതിന്റെ ഷാർപ്നെസ് കറക്റ്റ് ആക്കി വെക്കണം. അതും കറക്റ്റ് കാര്യമാണ്. ഓക്കെ, അതും അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ മൂന്നാമത് കൊടുത്തേക്കുന്നത് ബെൻഡ് പോയിന്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ സർക്കിൾസ് ഓൺ ദ സർഫസ്. ബെൻഡ് പോയിന്റ് നമുക്ക് സർക്കിൾസ് ഓൺ ദ സർഫസിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതും നമുക്ക് കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആൾ ഓഫ് ദ എബോവ് 1, 2 ആൻഡ് 3,
അപ്പൊ അത് നമുക്ക് മൂന്നാമത്തെ കൂടെ നോക്കിയിട്ടേ പറയാൻ പറ്റൂ. മൂന്നാമത് കൊടുത്തത് ബെൻഡ് പോയിന്റ് ഈസ് യൂസ്ഡ് ടു ഡ്രാ സർക്കിൾസ് ഓൺ ദ സർഫസ്. അപ്പൊ ബെൻഡ് പോയിന്റ് നമ്മൾ ഒരു സർഫസിൽ സർക്കിൾ വരയ്ക്കാൻ ഉപയോഗിക്കും എന്നുള്ളതാണ് പറയുന്നത്. അത് ശരിയല്ല. ബെൻഡ് പോയിന്റ് നമുക്ക് അതിന്റെ സർക്കിൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മുടെ സോറി, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ്. അതായത് only 3 മാത്രമാണ് ഇതിൽ നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം കറക്റ്റ് കാര്യമാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് ഈസ് ഹാർഡൻഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ദ പോയിന്റ് ഷുഡ് ബി ഗ്രൗണ്ട് ആൻഡ് ഹോൺഡ് ഫ്രീക്വന്റ്ലി ഫോർ മെയിൻറ്റെയിനിങ് ഇറ്റ് ഷാർപ്നെസ് കറക്റ്റ് ആണ്. ബെൻഡ് പോയിന്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ സർക്കിൾസ് ഓൺ ദ സർഫസ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഡി only 3 ആണ് നമുക്ക് ഇതിൽ തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. only 3 ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് ഇൻ കേസ് ഓഫ് ഹാക്സാബ്ലേഡ്സ്? ഹാക്സാബ്ലേഡിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോഴും പൊതുവെ വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റുകളെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റെന്നുള്ളത് ചോദിക്കും. അതാണ് ഇപ്പോഴത്തെ പൊതുവേ ഉള്ള ഒരു ട്രെൻഡ്. അപ്പൊ അത് നിങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റൂ പ്രോപ്പറായിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത് കൊടുത്തേക്കുന്ന ഹാക്സാ ബ്ലേഡ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദ ലെങ്ത്, പിച്ച് ആൻഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഹാക്സാ ബ്ലേഡ്സ് ആർ അത് സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ലെങ്തും പിച്ചും ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ടാണോ എന്നുള്ളത്. അത് കറക്റ്റ് ആണ് നമുക്ക്. ഓക്കെ, ഓപ്ഷൻ രണ്ടാമത് കൊടുത്തേക്കുന്നത് കോഴ്സ് പിച്ച് ബ്ലേഡ്സ് ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ സച്ചസ് ബ്രോൺസ്, ബ്രാസ് എക്സെട്ര. കോഴ്സ് പിച്ച് ബ്ലേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ കട്ട് ചെയ്യാനായിട്ട്, അതായത് നമ്മളെ ബ്രോൺസും ബ്രാസും പോലെയുള്ളത്. അത് കറക്റ്റ് കാര്യമാണ്. ഓക്കെ, ഓപ്ഷൻ മൂന്നാമത് കൊടുത്തേക്കുന്നത് പിച്ച് സൈസ് ഓഫ് കോഴ്സ് പിച്ച് ബ്ലേഡ് ഈസ് 0.8 mm. അത് കറക്റ്റ് അല്ല. അതായത് കോഴ്സ് പിച്ച് ബ്ലേഡിന്റെ പിച്ച് സൈസ് 0.8 mm അല്ല. ഓക്കെ, അപ്പൊ നമ്മളെ ഓപ്ഷൻസിൽ അവർ കൊടുത്തേക്കുന്നത് ഓപ്ഷൻ എ only 1 and 2, only 1 and 3, 1ഉം 3ഉം. അപ്പൊ 3 കറക്റ്റ് അല്ല. അപ്പൊ അതല്ല എടുക്കേണ്ടത്. പിന്നെ നമുക്ക് കൊടുത്തേക്കുന്നത് ഓപ്ഷൻ ബി കൊടുത്തത് only 1 and 2, 1ഉം 2ഉം കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഓപ്ഷൻ സി കൊടുത്തത് only 3 കറക്റ്റ് അല്ല. ആൾ ഓഫ് ദ എബോവ്, അത് 3ഉം കറക്റ്റ് ആണെന്ന് വെച്ചാൽ മൂന്നാമത്തെ കറക്റ്റ് അല്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, only 1 and 2. അതായത് നമുക്ക് ഹാക്സാ ബ്ലേഡ് സ്പെസിഫൈ ചെയ്യുന്ന അതിന്റെ ലെങ്തും പിച്ചും ടൈപ്പ് ഓഫ് മെറ്റീരിയലും വെച്ചിട്ടാണ്. പിന്നെ കോഴ്സ് പിച്ച് ബ്ലേഡ് എന്ന് പറയുന്നത് കോഴ്സ് പിച്ച് ബ്ലേഡ് ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ സച്ചസ് ബ്രോൺസ്, ബ്രാസ് എക്സെട്ര. അതും കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, only 1 and 2 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15ലേക്ക് പോവാം. Which of the following statement is or are correct about a ball peen hammer? ബോൾ പീൻ ഹാമർ എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഹാമർ ഉണ്ട്. അതിൽ ആ ഹാമറിനെ വെച്ച് നോക്കുമ്പം ഈ താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത് പറഞ്ഞേക്കുന്ന വെഡ്ജസ് ഫിക്സ് ദ ഹാൻഡിൽ ഇൻ ദ ഐ ഹോൾ. അത് കറക്റ്റ് ആണ്. വെഡ്ജ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഹാൻഡിൽ ഐ ഹോളിലാണ് നമ്മൾ അത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ് ഓഫ് ദ ഹാമർ ഈസ് സ്റ്റാമ്പ്ഡ് ഓൺ ദ ചീക്ക്. ചെക്കല്ല, അത് തെറ്റാണ് എഴുതിയിരിക്കുന്നത്. ഇത് ചെക്കല്ല, ഇത് ചീക്കാണ്. ഇത് ചെക്കല്ല, ചീക്ക്. ഓക്കെ, വെഡ്ജ് ഓഫ് ദ ഹാമറിന്റെ വെഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചീക്കിലാണോ വെച്ചിരിക്കുന്നത്, അതും നമുക്ക് കറക്റ്റ് ആണ്. മൂന്നാമത് പറഞ്ഞേക്കുന്നത് ഹാമർ ഈസ് മെയ്ഡ് ഓഫ് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. ഹാമർ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നത് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണോ, അതും കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോവാം. ഓപ്ഷൻ എ കൊടുത്തേക്കുന്ന only 1, 1 മാത്രമാണോ കറക്റ്റ് അല്ല. ഓപ്ഷൻ ബി only 3, 3 മാത്രമാണോ കറക്റ്റ് അല്ല. ഓപ്ഷൻ സി only 1 and 2, അതുമല്ല. 1 and 3 അതുമല്ല. ഓപ്ഷൻ ഡി ആൾ ഓഫ് ദ എബോവ്. അത് ഈ 3 കാര്യങ്ങളും കറക്റ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, ആൾ ഓഫ് ദ എബോവ്. എല്ലാം ഈ മേലിൽ കൊടുത്തേക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു ബാൾ പീൻ ഹാമർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ പാർട്സ് എന്താണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ബാൾ പീൻ ഹാമറിന്റെ പാർട്സ് എന്ന് പറയുന്നത് പീന്, ഐ, വെഡ്ജ്, നെക്ക്, ചീക്ക്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. പീന്, ഐ, വെഡ്ജ്, നെക്ക്, ചീക്ക് ഒക്കെയാണ് അതിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ടൈപ്സ് ഓഫ് ഹാമർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാൾ പീൻ ഹാമർ, ക്ലോ ഹാമർ, ഫ്രെയിമിംഗ് ഹാമർ, സ്ലെഡ്ജ് ഹാമർ, റബ്ബർ മാലറ്റ് ഹാമർ, ബ്രിക്ക് ഹാമർ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്സ് വരും. അത് ഓർത്ത് വയ്ക്കുക.
ഒന്നുകൂടെ ഞാൻ പറയാം. വേരിയസ് ടൈപ്സ് ഓഫ് ഹാമേഴ്സ് എന്ന് പറയുന്നത് ബാൾ പീൻ ഹാമർ, ക്ലാ ഹാമർ, ഫ്രെയിമിംഗ് ഹാമർ, സ്ലെഡ്ജ് ഹാമർ, പിന്നെ റബ്ബർ മാലറ്റ് ഹാമർ, ബ്രിക്ക് ഹാമർ, ഇത്രയും ടൈപ്സ് ഹാമറിൽ വരും. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും നമ്മൾ ഞാനതൊന്ന് റീകോൾ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് പോവാം. ഹാഫ് റൗണ്ട് നോസ് ചിസൽസ് ഈസ് യൂസ്ഡ് ടു. അപ്പൊ ഹാഫ് റൗണ്ട് നോസ് ചിസൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഒന്ന് ഓപ്ഷൻ എ കൊടുത്ത് ചിപ്പ് ഓഫ് എക്സസ് മെറ്റൽ ഓഫ് വെൽഡഡ് ജോയിന്റ്സ് ആൻഡ് കാസ്റ്റിങ്സ്. അതായത് ഇപ്പം നമ്മൾ വെൽഡഡ് ജോയിന്റിലും കാസ്റ്റിങ്സിലും ഉള്ള എക്സസ് ആയിട്ട് വരുന്ന മെറ്റല് ചിപ്പ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ ബി കൊടുത്തേക്കുന്നത് കട്ടിങ് കീവേസ്, കീവേ കട്ട് ചെയ്യാൻ വേണം എന്നുള്ളതാണ്. അതുമല്ല ഓപ്ഷൻ സി കട്ടിങ് ഓയിൽ ഗ്രൂവ്സ്. അപ്പൊ നമുക്ക് ഈ ഓയിൽ ഗ്രൂവ് കട്ട് ചെയ്യാനാണ് നമ്മൾ സാധാരണ ഹാഫ് റൗണ്ട് നോസ് ചിസൽ യൂസ് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക, ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്ന് പറയുന്ന ചിസൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിൽ ഗ്രൂവ് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. എന്നാലും നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. സ്ക്വയറിംഗ് മെറ്റീരിയൽസ് അറ്റ് ദ കോർണേഴ്സ്, മെറ്റീരിയൽ കോർണറിൽ സ്ക്വയർ ചെയ്യാൻ വേണ്ടിയാണ്. അല്ല, അപ്പൊ നമ്മുടെ ഹാഫ് റൗണ്ട് നോസ് ചിസൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ഓയിൽ ഗ്രൂവ് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഫോർ കട്ടിംഗ് ഓയിൽ ഗ്രൂവ്സ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17ലേക്ക് പോവാം. ഇനി വെർനിയർ കാലിപ്പർ 9 മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ആർ ഡിവൈഡഡ് ഇൻടു 10 ഈക്വൽ പാർട്സ് ഇൻ ദ വെർനിയർ സ്കെയിൽ. അതായത് ഒരു വെർനിയർ കാലിപ്പറിൽ 9 മെയിൻ സ്കെയിൽ ഡിവിഷൻസ് വെർനിയർ സ്കെയിലിൽ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് 1 mm. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ 1 mm ആണെങ്കിൽ വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദിസ് വെർനിയർ കാലിപ്പർ? ഈ വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാം 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നാണ് നമ്മളെ ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്കിവിടെ മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 9/10 ആയിട്ടിരിക്കണം. കാര്യം 9 മെയിൻ സ്കെയിൽ ഡിവിഷന് 10 വെർനിയർ സ്കെയിൽ ഡിവിഷനായിട്ട് മാറ്റിയേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ സ്കെയിൽ ഡിവിഷൻ 1ഉം വെർനിയർ സ്കെയിൽ ഡിവിഷൻ 9/10. അപ്പൊ 1 മൈനസ് 9/10, അതായത് 1 മൈനസ് 0.9 എന്ന് വരും. അതായത് 0.1 mm ആണ് നമുക്ക് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം, ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്. ഇവിടെ മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 ആണ്, വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 9/10 ആണ്. കാര്യം 9 മെയിൻ സ്കെയിൽ ഡിവിഷന് 10 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആയിട്ടാണ് അവർ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 മൈനസ് 9/10 എന്ന് പറയുന്നത്, അതായത് 1 മൈനസ് 0.9 എന്ന് പറഞ്ഞാൽ 0.1 mm ആണ്. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, 0.1 mm. മറന്നു പോരുത്, ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അതായത് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്. അതിൽ വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ് അവർ പറയുന്നത് 9/10 ആയിട്ട് നമ്മൾ എടുക്കണം. 1 മൈനസ് 9/10 വരും. അതായത് 1 മൈനസ് 0.9 എന്ന് പറഞ്ഞാൽ 0.1 mm ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ജെന്നി കാലിപ്പർ? ഇപ്പൊ ജെന്നി കാലിപ്പർ എന്ന് പറയുന്ന കാലിപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് കൊടുത്തേക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ലൈൻസ് പാരലൽ ടു ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എഡ്ജസ്. അത് കറക്റ്റ് ആണ്. നമ്മൾ സാധാരണ ജെന്നി കാലിപ്പർ യൂസ് ചെയ്യുന്നത് ഒരു ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി, അതിന്റെ ഇൻസൈഡിലും ഔട്ട്സൈഡിലും എഡ്ജസിൽ വരുന്ന ലൈന് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കറക്റ്റ് ആണ്. 2 കൊടുത്തേക്കുന്ന അനദർ നെയിം ഓഫ് ദിസ് കാലിപ്പർ ഈസ് ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ. അതും കറക്റ്റ് ആണ്. ജെന്നി കാലിപ്പറിന്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ എന്ന് പറയുന്ന ഒരു പേരും ഈ ജെന്നി കാലിപ്പറിനുണ്ട്. ഇനി മൂന്നാമത് പറഞ്ഞ ജെന്നി കാലിപ്പർ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ സെന്റർ ഓഫ് റൗണ്ട് ബാർസ്. റൗണ്ട് ബാറുകളുടെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജെന്നി കാലിപ്പർ യൂസ് ചെയ്യുന്നത്. അതും കറക്റ്റ് ആണ്. കാര്യം നമ്മൾ റൗണ്ട് ബാർ എടുത്തിട്ട് അതിന്റെ സെന്റർ മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ജെന്നി കാലിപ്പറിന് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ എ കൊടുത്തേന്ന് only 1 and 3 അല്ല, 3 ശരിയാണ്. ഓപ്ഷൻ ബി only 1 and 2 അതും ശരിയല്ല. കാര്യം നമുക്ക് 3 ഓപ്ഷനും ശരിയാണ്. ഓപ്ഷൻ സി ആൾ ഓഫ് ദ എബോവ് 1, 2 and 3 അത് തന്നെയാണ് നമ്മളെ കറക്റ്റ് ആൻസർ. ഈ 3 കൊടുത്തേക്കുന്ന 3 കാര്യങ്ങളും ജെന്നി കാലിപ്പറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് കാര്യമാണ്. അപ്പൊ ജെന്നി കാലിപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ആൾ ഓഫ് ദ എബോവ് ആണ്. 1, 2, 3 ഈ 3 സ്റ്റേറ്റ്മെന്റും ജെന്നി കാലിപ്പറിന്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് തന്നെയാണ്.
അപ്പൊ നമുക്ക് ജെനി കാലിപ്പർ എന്ന് പറഞ്ഞാൽ ഇതിന് വേറൊരു പേര് നമുക്ക് ഓഡ് ലെഗ് കാലിപ്പർ എന്ന് പറയാം. ജെനി കാലിപ്പറിന്റെ പറയുന്ന വേറൊരു പേര് എന്താണ്? ഓഡ് ലെഗ് കാലിപ്പർ എന്നാണ്. ഇപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ലെഗ് കാണും. 1 ലെഗ് എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റബിൾ പോയിന്റ് ആണ് ഒരു ലെഗ്. മറ്റേ ലെഗ് എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേറ്റിംഗ് ലെഗ് എന്നാണ് പറയുന്നത്. ഷാർപ്പ് എഡ്ജിന്റെ ലെഗ് ആണ്. അപ്പോൾ ഒരു ലെഗ് 2 ലെഗ് ഉണ്ട്. അതിൽ ഒരു ലെഗ് എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റബിൾ പോയിന്റ് ആണ്. മറ്റേ ലെഗ് എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേറ്റിംഗ് ലെഗ് എന്ന് പറയുന്നത് ഒരു ഷാർപ്പ് എഡ്ജ് ലെഗ് ആണ്. ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്കൊരു റൗണ്ട് ഓർ സ്ക്വയർ ഷേപ്ഡ് ഏതെങ്കിലും ഒരു വർക്ക് പീസ് ഉണ്ടെങ്കിൽ അതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. ഫോർ ഫൈൻഡിങ് ദ സെന്റർ ഓഫ് എ റൗണ്ട് ഓർ സ്ക്വയർ വർക്ക് പീസ് അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പാരൽ ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ജെനി കാലിപ്പർ യൂസ് ചെയ്യാം. അതായത് പാരൽ ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി ജെനി കാലിപ്പർ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി, അത് സെറ്റിംഗ് എ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മാർക്കിംഗ് ആർക്കുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ജെനി കാലിപ്പർ യൂസ് ചെയ്യാം. ജെനി കാലിപ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു പേരെന്താണ്? ഓഡ് ലെഗ് കാലിപ്പർ എന്നാണ് അതിന്റെ വേറൊരു പേര്. ഇതിന് ഒരു ലെഗ്, ഒരു അഡ്ജസ്റ്റബിൾ ലെഗ്, ഒരു അഡ്ജസ്റ്റബിൾ പോയിന്റും കാണും. പിന്നെ വേറൊരു ലെഗ്, ഒരു ലൊക്കേറ്റിംഗ് ലെഗ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ലെഗ് എന്ന് പറഞ്ഞ ലെഗും കാണും. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള വർക്ക് പീസിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ മാർക്കിംഗ് പാരലൽ ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി ആർക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇതിന്റെ യൂസുകൾ. അതും കൂടെ ഓർത്ത് വെക്കുക, നിങ്ങൾ മറന്നു പോകരുത്. അതൊക്കെ ചോദിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 19ലേക്ക് പോവാം. ആക്യുറസി ഓഫ് എ സ്റ്റീൽ റൂൾ. അപ്പൊ ഒരു സ്റ്റീൽ റൂളിന്റെ ആക്യുറസി എത്ര എന്നാണ് ചോദ്യം. അപ്പൊ അതിൽ ഓപ്ഷൻ എ കൊടുത്തിരുന്നത് 5 mm, ഓപ്ഷൻ ബി 0.5 mm, ഓപ്ഷൻ സി നമുക്ക് 1 mm, ഓപ്ഷൻ ഡി 0.5 സെന്റിമീറ്റർ. അപ്പൊ നമുക്കറിയാം ഒരു സ്റ്റീൽ റൂളിന്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.5 mm ആയിരിക്കും. അതൊരു കാരണവശാലും നിങ്ങൾ മറക്കരുത്, ഓർത്ത് വയ്ക്കുക. സ്റ്റീൽ റൂൾ എന്ന് പറയുന്ന സാധനത്തിന്റെ ആക്യുറസി 0.5 mm, ഒരു 1 mm പകുതിയാണ് ഒരു സ്റ്റീൽ റൂളിന്റെ ആക്യുറസി എന്ന് പറയുന്നത്. 1/2 mm ആണ്, 0.5 mm ആണ്. മറന്നു പോകരുത്, ഓർത്ത് വയ്ക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 0.5 mm ആണ് ആക്യുറസി ഓഫ് സ്റ്റീൽ റോൾ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ഒരു കാരണവശാലും മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് പോവാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷനെ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. ഒരു വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ 1 ഡിഗ്രി, ഓപ്ഷൻ ബി 5 മിനിറ്റ്സ്, ഓപ്ഷൻ സി 5 സെക്കൻഡ്സ്, ഓപ്ഷൻ ഡി 1 മിനിറ്റ്സ്. അപ്പൊ ഇത് ഡിഗ്രി നമ്മൾ വെർനിയർ കാലിപ്പർ അല്ലെങ്കിൽ നമ്മുടെ വെർനിയർ കാലിപ്പർ അല്ല, വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ആംഗിൾസ് അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിന്റെ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക 1 ഡിഗ്രിയാണ്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, 1 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യമുണ്ട്, അതിന്റെ ലീസ്റ്റ് കൗണ്ട്. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണ്. 5 മിനിറ്റ്സ് ഓർ വേറൊരു രീതിയിൽ പറഞ്ഞാൽ 1/12 ഓഫ് എ ഡിഗ്രി. 5 മിനിറ്റ്സ് എന്ന് പറയുന്നതും 1/12 ഓഫ് എ ഡിഗ്രി എന്ന് പറയുന്നത് സെയിം ആണ്. കാര്യം നമുക്കറിയാം 1/12 ഓഫ് എ ഡിഗ്രി എന്ന് പറയുന്നത് 60/12 എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് തന്നെ വരും. ഓക്കെ, അതായത് ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 1/12 ഓഫ് എ ഡിഗ്രി ആണ്. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.